സർഗാലയ, കോഴിക്കോട് സർഗാലയ. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും. അപ്പോഴാണ് അറിഞ്ഞത് ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്ത് ഒരു ക്രാഫ്റ്റ് വില്ല ഉണ്ടെന്ന്. സർഗാലയ ക്രാഫ്റ്റ് വില്ല. ഇവിടെ കയറിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച എന്ത് ഭംഗിയാണെന്നറിയോ ഓരോന്ന് കാണാൻ. ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ്, ഒരുപാട് പ്രതിമകൾ, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ചിത്രപ്പണികളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ മുന്നിൽ ചെന്ന് വിട്ടത്. എന്താണെന്നറിയത്? ഒറ്റ നോട്ടത്തിൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും രണ്ടാമതൊന്നുകൂടി നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു വലിയ അമ്മ ദിനോസറും അതിൻ്റെ 2 കുഞ്ഞുങ്ങളും. കണ്ണും മിഴിച്ച് നിൽക്കുന്ന ദിനോസറിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അത്രയ്ക്ക് പെർഫെക്ഷനിലാണ് അതിനുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കണ്ടത് റെസിനാട്ടിൻ്റെ കുറച്ച് വർക്കുകളായിരുന്നു. ഒരു കടലിൻ്റെ തീമിൽ ശംഖും മുത്തും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഐറ്റം. പിന്നെ കുറേ പായ്ക്കപ്പലുകൾ ഉണ്ടായിരുന്നു. വള്ളംകളിൻ്റെയൊക്കെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇവിടെ കണ്ട ഏറ്റവും ആകർഷകമായ ഐറ്റം ഈ പായ്ക്കപ്പൽ. നല്ല സ്വർണ്ണ നിറത്തിൽ തിളങ്ങി നിൽക്കുമായിരുന്നു ഈ പായ്ക്കപ്പൽ. അത് കാണാൻ തന്നെ ഒരു പ്രൗഢിയായിരുന്നു. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പിന്നെ നിരന്ന് കിടക്കുമായിരുന്നു ഐറ്റംസ്. ചിരട്ടാനുള്ള പാത്രങ്ങൾ, ചിരട്ടനുള്ള കപ്പൽ, അങ്ങനെയൊക്കെ. പിന്നെ അട്രാക്റ്റീവ് ഐറ്റം, നല്ല ഇൻറ്റീരിയർ ഡെക്കറേറ്റ് വെക്കാൻ പറ്റിയ ലൈറ്റ്സ്. ഇതൊക്കെ ഇവിടെ കരവിരുതുകൊണ്ട് ഉണ്ടാക്കിയാന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നിപ്പോയി. പിന്നെ ഇവൻ ഒറിജിനൽ തോറ്റു പോകുന്ന പോലെ ഒരു കോഴി. ഇങ്ങനത്തെ കുറേ ജീവികളുടെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഹനുമാൻ, അത് വിറ്റുപോയി. നമുക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കേട്ടോ. പിന്നെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് മാലകൾ, കമ്മലുകൾ, വളകൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ ഔട്ട്ഡോറിനെ കുറിച്ചാണ്. അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു പുറത്ത്. പിന്നെ ഈ മുത്തശ്ശി ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഒരാന, ഈ ചേട്ടൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു തിളക്കം എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ ഈ മുത്തശ്ശിയുടെ ഞാൻ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. ഇവിടുത്തെ ഈ തൂക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ക്രാഫ്റ്റിലായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഇതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സന്ധ്യയായി. അതായി അറ്റ്മോസ്ഫിയറൊക്കെ ഒരു മഞ്ഞ കളറിൽ. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് ഇത് കണ്ടത്. കഥകളി, ഇതാണ് മെയിൻ. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് ശരിക്കും ഒരു മനുഷ്യൻ വേഷം കെട്ടി നിൽക്കുകയാണെന്നാണ്. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചുരൽ ഐറ്റംസ്, ടേബിൾസ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രാഫ്റ്റ് ഐറ്റംസ്. ഇവിടെ നിറയെ പൂക്കളായിരുന്നു. ഒരു പൂത്തോട്ടത്ത് പോയ ഫീലായിരുന്നു. ഇത് മൊത്തം ഉണ്ടാക്കിയിരുന്നത് കവുങ്ങിൻ പാള, പട്ട, പനയോല, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നെൽക്കതിര്, നെല്ലിൻ്റെത്, പനേൻ്റെ കതിര്, അങ്ങനത്തെ പലതും വെച്ചിട്ട് ഇവർ ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ അത്രയും റോ മെറ്റീരിയൽസ് ആണെന്ന് നമുക്ക് തോന്നില്ല. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാം കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇത് ഫുൾ അവർ ക്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാലകളും വളകളും കമ്മലുകളൊക്കെയാണ്. ഒക്കെ കൈ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസാണ്. ഇവിടുത്തെ ഓരോ ഐറ്റംസിനും ഓരോ ഭംഗിയാണ്. പ്രത്യേകിച്ചും കമ്മലുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നതിന് എന്ത് ഭംഗിയല്ലേ. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നെൽക്കതിരുണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ക്രാഫ്റ്റ് ഐറ്റം അതാണിത്. ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഒരു അമ്പലത്തിൽ പോയ ഫീലായിരുന്നു. ഇത് മുഴുവൻ തെയ്യത്തിൻ്റെ ഐറ്റംസാണ്. അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡ്രോയിങ്സും പിന്നെ ക്രാഫ്റ്റ് ഐറ്റങ്ങൾ, ഈ കാർവ് ചെയ്തെടുക്കുന്ന ഐറ്റംസും, ഇടയിലൊരു യേശുക്രിസ്തു, അത് സൗഹാർദ്ദപരമായ കലാസൃഷ്ടികൾ. ഇതിനിടയിൽ ഒരു മുച്ചിലോട്ട് ഭഗവതിൻ്റെ പ്രതിമയും കൂടി ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ കുമുദുമരം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം മുത്തപ്പൻ്റെ ശില്പം എവിടെ കണ്ടാലും എനിക്കൊരു പ്രത്യേക ചൈതന്യം ഫീൽ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ മഹാവിഷ്ണുവിൻ്റെ ശില്പങ്ങളും നടരാജ വിഗ്രഹവും എല്ലാം ഇവിടെ മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരം ശില്പങ്ങൾ ഇവിടെ മരത്തിൽ ഇങ്ങനെ കാർവ് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. തെയ്യത്തിൻ്റെയും MT വാസുദേവൻ നായരുടെയും അടക്കം അനവധി ശില്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ എന്നെ ആകർഷിച്ച മറ്റൊരു ശില്പം കൂടിയുണ്ട്. അതാണ് ഇത്. ഒരു വലിയ ക്ഷേത്രമോ ഇല്ലമോ എന്തോ ഒന്നിൻ്റെ ശില്പമാണിത്. മുഴുവനായും മരത്തിൽ കൊത്തിയെടുത്തത്. ഇതുകൂടി കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി.